وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. صدق الله العلي العظيم. السلام عليكم ورحمة الله. ലദൽ ഹബീബ് 2024 കാര്യപരിപാടികളുടെ സ്വാഗത ഭാഷണത്തിനായി അഭിവന്ദനായ നവാസ് മാസ്റ്ററെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അച്ഛനമ്പലം ഇർഷാദുൽ മുസ്ലിം മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മഹല്ല് കാരണവന്മാരും അണിനിരക്കുന്ന ഈ നബിദിന മഹാസമ്മേളനം ഇവിടെ സമാരംഭം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ പ്രാർത്ഥന കൊണ്ട് മുഖരിതമാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദ് റാസി തങ്ങൾ സൂറത്തുൽ ഹുജറാത്തിന്റെ കൃത്യമായ വചനങ്ങൾ കൊണ്ട് പരിശുദ്ധ ഹബീബിന്റെ അവിടുത്തെ കൃത്യമായ അടയാളപ്പെടുത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ ഖുർആനിന്റെ വചനം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കിയ പ്രിയപ്പെട്ട മൊയ്നുദ്ദീൻ ഉവൈസ്, ബഹുമാനപ്പെട്ട മഹല്ല് കാരണന്മാരെ, സഹോദരന്മാരെ, അച്ഛനമ്പലം ഇർഷാദുൽ മുസ്ലിം മദ്രസയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കം പേറുന്ന ഒരു വലിയ മഹല്ല് സംവിധാനമാണ്. അച്ഛനമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ദീനി വിജ്ഞാന രംഗത്ത് എന്നും കാവലായി, നാടിൻ്റെ ഒരു വിളക്കായി നമ്മൾ നിലനിർത്തി പോരുന്ന ഈ മഹത് സംവിധാനം അള്ളാഹു അതിൻ്റെ കൃത്യമായ മൂല്യങ്ങളോടുകൂടി ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഈ മഹത് സ്ഥാപനത്തിൻ്റെ സദർ മുഹല്ലിം കൂടിയായ പ്രിയപ്പെട്ട ഉസ്മാൻ ഉദവി ഉസ്താദ് അവറുകളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട UP മുഹമ്മദ് അലി കാസ്മി, നമ്മുടെ മഹല്ല് സംവിധാനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, മറ്റ് സുഹൃത്തുക്കളെ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട സദർ മുഹല്ലിം ഉസ്മാൻ ഉദവിയെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് പ്രിയപ്പെട്ട UP മുഹമ്മദ് അലി കാസിമിയെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മഹല്ല് സെക്രട്ടറി പ്രിയപ്പെട്ട ഷമീർ ബാവ, ബഹുമാനപ്പെട്ട മഹലിന്റെ ട്രഷറർ കൂടിയായ പ്രിയപ്പെട്ട PK സിദ്ദീഖ് സാഹിബ്, ബഹുമാനപ്പെട്ട മഹലിലെ പേരെടുത്ത് പറയുന്നില്ല മഹലിന്റെ കാരണന്മാരായിട്ടും അതുപോലെ തന്നെ മദ്രസ ഉസ്താദുമാരായിട്ടും ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സദർ മുഹല്ലിം ഉസ്മാൻ ഉദവി ഉസ്താദിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലദൽ ഹബീബ് 2024 ഇശലുകൾക്ക് പേമാരി പെയ്യുന്ന ഈ വേദിയിൽ അധ്യക്ഷ ഭാഷണത്തിനായി അഭിവന്ദനായ സദർ മുഅല്ലിം ഉസ്മാൻ ഹുദവി ഉസ്താദിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വ അലാ ആലിഹി വസ്ഹബിൽ അംജാദ് അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹലിൻ്റെ മാന്യ മഹൽ വ്യക്തികളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മറ്റു പ്രഗത്ഭ വ്യക്തികളെ, നമുക്കറിയാവുന്നതുപോലെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം, നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ അതിൽ ഒരു ഭാഗവാക്കാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇർഷാദുൽ മുസ്ലിമീൻ ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളും മറ്റും ഇതിൽ ഭാഗവാക്കായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെന്ന് ചോദിച്ചാൽ, മാനവ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതിനെല്ലാം സ്രോതസ്സായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാനവ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിനെല്ലാം തിരിഞ്ഞു നടക്കേണ്ടത് പ്രവാചക സന്നിധിയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇന്ന് ആഘോഷിക്കുന്ന ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഹുബ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഹുബ് ചെയ്യാൻ കഴിയുമോ ആ ഒരു രീതിയിൽ എല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ക് പ്രചരിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയില്ല. പ്രകടിപ്പിക്കാൻ ഇതുപോലുള്ള സദസ്സുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബഹുവന്നരായ ഇറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടിക്കാൻ വന്ന സർപ്പത്തെ തൻ്റെ കാലുകൊണ്ട് തടുത്തു നിർത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോളം ഹുബ്ബൊന്നും ഒരു കാരണവശാലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. സ്വലാത്തിൻ്റെ കാഠിന്യം കൊണ്ട്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തൻ്റെ ശത്രുവായ അസ്വദുൽ അൻസാരിയെ നേരിട്ട അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ ഹുബ്ബൊന്നും ഒരു കാരണവശാലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറ നിലകൊള്ളുന്ന മദീനയുടെ മണ്ണിൽ ചെരുപ്പിട്ട് ധരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പിടാതെ നടന്ന മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുബ്ബോളം ഒരിക്കലും നമ്മുടെ ഹുബ്ബെത്തുകയില്ല എന്നുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും നമ്മളാൽ കഴിയുന്ന ഹുബ്ബ് ഏത് രൂപത്തിലാണോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുലർത്താൻ കഴിയുന്നുവോ ആ ഒരു രൂപത്തിൽ നമ്മളാൽ കഴിയുന്ന നിലക്ക് ഭാഗവാക്കാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാമും ഇതുപോലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള മൗലിദ് സദസ്സുകളും ഇതുപോലുള്ള നബിയുടെ ജന്മദിനവും കൊണ്ടാടുന്നത് എന്ന് നാം എല്ലാവരും ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മദ്രസയുടെ കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ മീലാദ് പ്രോഗ്രാം വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് എന്ന് അറിയാം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇർഷാദുൽ മുസ്ലിമീൻ ഹയർ സെക്കൻഡറി മദ്രസ വർഷം തോറും അതിൻ്റെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പഠന നിലവാരം നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തേതിലുപരി 3 ടോപ്പ് പ്ലസ് പൊതുപരീക്ഷ റിസൾട്ട് വന്ന സമയത്ത് 120ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയ സമയത്ത് 3 ആളുകൾക്ക് മുഴുവൻ വിഷയത്തിലും 97 മാർക്കിൽ കൂടുതൽ കിട്ടി ടോപ്പ് പ്ലസ് നേടി. അതിൽ തന്നെ 5ാം ക്ലാസ്സിൽ നിന്ന് റേഞ്ച് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥിനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ഇവിടുത്തെ നമ്മുടെ പഠന നിലവാരത്തെ അളക്കുന്നതാണ്. മാത്രമല്ല 37ഓളം ഡിസ്റ്റിങ്ഷനും 73ഓളം ഫസ്റ്റ് ക്ലാസും കഴിഞ്ഞ വർഷം നേടി അത്യുഗ്രഹമായ വിജയം കൈവരിക്കാൻ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസക്ക് കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ സാധിച്ചു എന്നുള്ളത് വളരെ സ്തുത്യർഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ
പ്രഗത്ഭരായിട്ടുള്ള വളരെ കഠിനശീലരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഉസ്താദുമാരുടെ നേതൃത്വത്താൽ 16ഓളം ഉസ്താദുമാരടങ്ങുന്ന ഉസ്താദുമാർ 450ഓളം വരുന്ന നമ്മുടെ പൊന്നു മക്കളെ ഇൽമ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷണത്തിന് പുറമെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷണം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ദീർഘിപ്പിക്കാതെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുവനരായ UP മുഹമ്മദ് അലി ഖാസിമി ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്തിമാന ചന്ദ്രനും കാന്തിചിന്തും റാന്തലും നാണിച്ച് തല താഴ്ത്തുന്ന മികൈന്ത ചന്തമിൽ മുന്തിയ തിരുനോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലദൽ ഹബീബ് മീലാദ് ഫെസ്റ്റ് 2024 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിവന്യരായ മഹല്ല് പ്രസിഡന്റ് UP മുഹമ്മദ് അലി ഖാസിമി ഉസ്താദിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വേദിയിലെ മഹല്ല് ജനറൽ സെക്രട്ടറി പുള്ളാട്ട് ഷമീർ ബാവ, മഹല്ല് ട്രഷറർ പ്രിയപ്പെട്ട PK സിദ്ദീഖ് സാഹിബ്, വന്നരായിട്ടുള്ള മഹല്ല് സീനിയർ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള PA മിതു കാക്ക, പനക്കത്ത് മൂസക്കുട്ടി ഹാജി, മഹല്ല് ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള പുള്ളാട്ട് കോയക്കാക്ക, സ്വാഗത പ്രഭാഷണം നടത്തിയിട്ടുള്ള മണ്ടോട്ടിൽ നവാസ് മാസ്റ്റർ, നമ്മുടെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ UP അയ്യൂബ് സാഹിബ്, അതുപോലെ തന്നെ കൺവീനർ കുമ്പത്തിൽ മൻസൂർ, അതുപോലെ തന്നെ മഹല്ല് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അമ്പലവൻ നൗഷാദ്, മഹല്ല് ഭാരവാഹിയായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഐദുർ സ്പൈസി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള റാസി സയ്യിദ് റാസി തങ്ങൾ അവർകൾ, മൂയിക്കൽ സയ്യിദ് ഹാജി തുടങ്ങി നമ്മുടെ വേദിയിൽ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ സന്നിധരായിട്ടുള്ള ഏറ്റവും സ്നേഹനിധികളായിട്ടുള്ള ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവൻ സ്വീകരിക്കുമാറാവട്ടെ. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസയുടെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള സദർ ഉസ്താദ് ഉസ്മാൻ ഹുദവി ഉസ്താദ് അവർകൾ തുടങ്ങി ഇവിടെ സന്നിധരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ പുലർച്ചെ 3:45 കൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ധാരാളം ആളുകൾ സംഗമിക്കുകയും പ്രാർത്ഥനയും അതുപോലെ തന്നെ മദ്ഹ് പ്രഭാഷണവും അതുപോലെ തന്നെ മദ്ഹ് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റിയുടെ നബിദിനാഘോഷത്തിന് ഇന്ന് രാവിലെ തുടക്കം കുറിച്ചപ്പോൾ ഒരു വലിയ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1956
നമ്മുടെ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ മദ്രസ 1962 സമസ്തയുടെ അംഗീകാരത്തോടു കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ മദ്രസ ഇർഷാദുൽ മുസ്ലിമീൻ. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പഠന നിലവാരത്തോടു കൂടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കറിയാം 430ഓളം വിദ്യാർത്ഥികൾ ഈ മധുരം നുകർന്നുകൊണ്ട് വിജ്ഞാനം അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അസ്മിയുടെയും അതുപോലെ തന്നെ അൽബിറിൻ്റെയും സംവിധാനത്തിലൂടെ 175ഓളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ മധുരം വൈജ്ഞാനികമായ മധുരം നുകർന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ക്ലാസ്സിലേക്കും ഒരു ഉസ്താദ് എന്ന ഒരു സംവിധാനം ഒരുപക്ഷെ നമ്മുടെ മദ്രസയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ധാരാളം മതസ്ഥാപനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ മതപഠനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ക്ലാസ്സിൽ ഒരു ഉസ്താദ് തന്നെ മതപഠനം നടത്തുന്ന അഭ്യസിപ്പിക്കുന്ന സംവിധാനമാണ് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ മദ്രസയിൽ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള വിജ്ഞാനങ്ങളൊക്കെ ഉസ്താദുമാരിൽ കൊണ്ട് നുകർന്നുകൊണ്ടാണ് വളരുന്നത്. ഇന്ന് പരീക്ഷയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മദ്രസ മറ്റെല്ലാ മദ്രസകളെക്കാളും വളരെ ഉന്നതമായ കൊണ്ടിരിക്കുന്നതും പഠനത്തിന് എപ്പോഴും വിലയും നിലയും നൽകിക്കൊണ്ടാണ് മഹല്ല് കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും. നമ്മുടെ മദ്രസയെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ നമുക്കറിയാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പൂർവ്വസൂരികൾ നമ്മുടെ ത്യാഗോച്ചരമായ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സംവിധാനം ഇന്ന് വളരെ തിളക്കത്തോടു കൂടെ വളരെ വിളക്കത്തോടു കൂടെ തന്നെ നമ്മുടെ ഈ സംവിധാനം നിലനിൽക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ മദ്രസയിൽ തന്നെ പഠിച്ചുകൊണ്ട് അവർ ഹയർ സെക്കൻഡറി തന്നെ പാസ്സായതിന് ശേഷമേ നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് കൊണ്ട് പിരിഞ്ഞു പോകാവൂ എന്നാണ് ഈ സമയത്ത് നിങ്ങൾ ഉണർത്താനുള്ളത്. നമുക്കറിയാം മതപഠന രംഗത്ത് നാം സജീവമായിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ ആലോചിച്ചിട്ട് ഒരു കാര്യമുണ്ടാവുകയില്ല. ഒരു മാസം മുമ്പ് നമ്മുടെ പ്രദേശത്തിലെ മുഴുവൻ ആളുകളെയും ചിന്തിപ്പിക്കാൻ ഉതകുന്നൊരു സംഭവം നാം കേൾക്കുകയും കാണുകയും ഉണ്ടായി. നമുക്കറിയാം എടരിക്കോട് PKM സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂള് വലിയ സംവിധാനത്തോടു കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ധാരാളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക കലാലയം ഇന്ന് കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ആ കുട്ടി 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി, അവൾ ഉമ്മയോട് ഫോൺ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. ഉമ്മ അത് നൽകാറുമുണ്ട്. പക്ഷേ ഒരു ദിവസം ഉമ്മ ചോദിച്ചപ്പോൾ ഫോൺ ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു തൽക്കാലം ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സ്കൂളിലെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ, അതുമായി കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് ആ ഫോൺ കൊടുക്കാതിരുന്നപ്പോൾ ആ കുട്ടി നേരെ പോയി ചെയ്യുന്നത് ഒരു തുണ്ടം കയറിൽ ആ കുട്ടിയുടെ ജീവൻ അവസാനിപ്പിച്ച ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസര പ്രദേശത്ത് നമ്മൾ കണ്ടത്. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിരിക്കും, ഒരു വാഹനം KL 55-6-472 അൾട്ടോ വണ്ടിയാണ്, അത് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ബ്ലോക്ക് ആയിട്ടുണ്ട്, അത് മാറ്റി പാർക്ക് ചെയ്യണം. പ്രിയപ്പെട്ടവരെ,
മെനിഞ്ഞാന്ന് നിങ്ങളൊക്കെയും അറിഞ്ഞിരിക്കും, കുറ്റപ്പുറത്തിനൊന്നുകൊണ്ട് 27 വയസ്സുള്ള ഒരു ഉമ്മയും 3ഉം 5ഉം പ്രായമുള്ള 2 കുട്ടികളുമായി കൊണ്ട് എങ്ങോട്ടോ പോയി ഭർത്താവിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് നാട് വിട്ട ആ സ്ത്രീ അൽഹംദുലില്ലാ എന്ന് ഉച്ചയോട് കൂടെ കൊല്ലത്ത് വെച്ചുകൊണ്ട് കണ്ടുകിട്ടിയെങ്കിലും പ്രിയപ്പെട്ടവരെ, മതബോധം ശരിയായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് വിധേനയെങ്കിലും ആ കുട്ടിക്ക് എട്ടും പൊട്ടും തിരിയുന്നൊരവസ്ഥയിൽ സ്വന്തം മക്കൾക്ക് വൈജ്ഞാനികമായ മതപരമായി കൊണ്ടുള്ള വിജ്ഞാനം നൽകിയിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും നാം തന്നെ സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മദ്രസയിൽ എല്ലാ വർഷവും അധ്യയന വർഷം ഉസ്താദുമാരോട് കണക്കുകൾ ചോദിക്കുന്ന സമയത്ത് ഈ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അവരുടെ കോഴ്സ് അഥവാ +2 പൂർത്തീകരിക്കാതെ ഏതെല്ലാം മക്കൾ പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദുമാർ സങ്കടത്തോടു കൂടെ വളരെ പ്രയാസത്തോടു കൂടെ ആ ലിസ്റ്റ് നൽകുമ്പോൾ ഒരു കാരണവുമില്ലാതെ, ഒരു കാരണവും ബോധിപ്പിക്കാനില്ലാതെ പിരിഞ്ഞു പോകുന്ന കുട്ടികളുടെ ലിസ്റ്റ് കഴിഞ്ഞ വർഷം 30ഓളം കുട്ടികളുടെ ലിസ്റ്റാണ് ഉസ്താദുമാർ തന്നത്. ഈ കുട്ടികളുടെ രക്ഷിതാക്കളോട് നന്നായിട്ട് തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് മദ്രസയിൽ വരാൻ ആഗ്രഹമുണ്ട് എങ്കിലും രക്ഷിതാക്കൾ പറയുന്നത് അവൾക്ക് ട്യൂഷൻ ഉണ്ട്, അവർക്ക് അതുപോലെ മറ്റ് സ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ പഠിക്കാനുണ്ട്, അതുകൊണ്ട് മദ്രസയിലേക്ക് അയക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്ന പ്രായത്തിലെത്തിയപ്പോൾ മദ്രസയിൽ നിന്ന് കൊണ്ടുപോയി മറ്റു സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുമ്പോൾ ഒരു വട്ടം നമ്മളൊന്ന് ആലോചിക്കണം. എൻ്റെ മോള്, എൻ്റെ മകൻ, അവന് പ്രായം കടന്നു വരികയാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കേണ്ട പ്രായമായപ്പോൾ മദ്രസയിലേക്ക് അയക്കാതെ ആ പഠനം ഒഴിവാക്കിക്കൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസം നൽകി നാം വളർത്തുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന മറ്റു അപകടങ്ങളും നാം തന്നെ സഹിക്കാൻ തയ്യാറാകണമെന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 1 മണിക്കൂറെങ്കിലും 3/4 മണിക്കൂറെങ്കിലും നമ്മുടെ മക്കൾക്ക് വിദ്യ നുകരാനുള്ള സംവിധാനം നമ്മുടെ സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്യൂഷന്റെ കാര്യമോ അല്ലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ബന്ധം നിലനിർത്താൻ വേണ്ടിയെങ്കിലും 1/2 മണിക്കൂറെങ്കിലും 3/4 മണിക്കൂറെങ്കിലും നിങ്ങളെ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ചാൽ കിട്ടുന്ന നേട്ടം ഒരുപക്ഷെ 2 ലോകത്തും വിജയിക്കുക എന്നുള്ള ഏറ്റവും വലിയ നേട്ടമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, നമ്മുടെ മദ്രസയിൽ +2 വരെ നന്നായിട്ട് പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട്. നമുക്കറിയാം, പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നത്. കാരണം ഉസ്താദുമാരുടെ വരവും അവരുടെ പോക്കും അതേപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെയും തന്നെ നന്നായിക്കൊണ്ട് തന്നെ കമ്മിറ്റി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൗതിക സ്ഥാപനത്തിലുള്ളതുപോലെ
ലോകത്തെത്തിയൊളി. പ്രിയപ്പെട്ടവരെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് വളരെ ചുരുക്കുകയാണ്. പറഞ്ഞു വന്നത്, മദ്രസയിലേക്ക് നമ്മളെ മക്കളെ അയക്കണം. നമ്മുടെ മക്കൾ പഠിക്കേണ്ട സമയത്ത് മാത്രമേ അവർക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സമയം എത്ര കുറവാണെങ്കിലും, സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും, ആ കുറഞ്ഞ സമയമെങ്കിലും ഈ മതരംഗത്ത് അതേപോലെ തന്നെ മദ്രസയോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകമായിട്ട് രക്ഷിതാക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ 16ഓളം അധ്യാപകർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലാസ്സിലേക്ക് ഒരു ഉസ്താദ് എന്ന നിലയിൽ നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദുമാർക്ക് വർഷത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഈ ആഘോഷ കാര്യങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള ഇതിൻ്റെ ചെയർമാൻ UP അയ്യൂബ് സാഹിബും അതേപോലെ തന്നെ കുമ്പത്തിൽ മൻസൂർ സാഹിബ് തുടങ്ങി, അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഈ വർഷം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, വളരെ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം നമുക്ക് നല്ല പാക്കിങ്ങിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞും മൗലിദ് പാരായണം കഴിഞ്ഞ് നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെയും അതൊരു പാർസലായിട്ട് നമുക്ക് കയ്യിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം വളരെ നല്ല രീതിയിൽ ഈ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധയോടുകൂടെ ഈ കമ്മിറ്റിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അനുഗ്രഹങ്ങൾ കോരിച്ചെരിയുമാറാകട്ടെ എന്ന് സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ ശരീരം അവിടെയാണെങ്കിലും അവരുടെ മനസ്സ് ഇവിടെയാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട മക്കൾ, അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ അവരൊക്കെയും തന്നെ ഈ പരിപാടിയിൽ സജീവമായി കൊണ്ട് പങ്കെടുക്കുന്നത് അവരിങ്ങനെ ലൈവായി കൊണ്ട് കാണുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ മക്കളായിട്ടുള്ള നമ്മുടെ പേരമക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുമാറാവട്ടെ. അവരെ ജോലിയിലും കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് സമയത്ത് ഈ ഏറ്റവും നല്ല ഈ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, രാവിലെ ഇന്നലെ മുതൽക്ക് തന്നെ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ട്രാഫിക്കിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെയും തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ ഘോഷയാത്ര തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ചെയ്യും. അത് നിങ്ങൾ ഉസ്താദുമാരോ നിങ്ങളെ കമ്മിറ്റിക്കാരോ അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അതൊക്കെ കൃത്യമായി കൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പുലർന്നിരിക്കുകയാണ്. റോഡിലൂടെ നമ്മുടെ ഘോഷയാത്ര പോകുന്ന സമയത്ത് ധാരാളം ആളുകൾ സ്വീകരണം നൽകി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവർ കൊടുത്ത ഭക്ഷണത്തിൻ്റെ പാക്കറ്റുകൾ അല്ലെങ്കിൽ അവർ കൊടുത്ത പാനീയത്തിൻ്റെ ഗ്ലാസുകൾ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അതൊക്കെയും തന്നെ കൃത്യമായി കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയുടെ മുൻകാല പഠിതാക്കൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, പള്ളിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ നബിദിനാഘോഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മുടെ ചെയർമാൻ്റെയും കൺവീനറുടെ നേതൃത്വത്തിലുള്ള സംഘം 4 ഭാഗമാക്കി തിരിച്ച് 4 ടീമാക്കി തിരിച്ചുകൊണ്ട് നമ്മുടെ മഹലിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കറങ്ങിക്കൊണ്ട് സംഭാവനകൾ അവർ ഫണ്ട് കളക്ഷൻ അവർ നടത്തുകയുണ്ടായി. ഒരു ഭാഗത്തേക്ക് പുള്ളാട്ടു ബാപ്പുവും അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിമാരും അതേപോലെ തന്നെ ഒരു ഭാഗത്ത് സെയ്ദ് വാക്കിയുടെ നേതൃത്വത്തിലുള്ള PA നാസർ അടക്കമുള്ള അതേപോലെ തന്നെ കുഞ്ഞാപ്പു അടക്കമുള്ള മുക്കിൽ ചെറുതീൻ കുട്ടി അടക്കമുള്ള പുള്ളാട്ട് ഷമീർ അടക്കമുള്ള ധാരാളം ആളുകൾ പല വഴിയായി തിരിഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലും കയറി വേണ്ടതൊക്കെയും അവർ സംസാരിച്ച് അവർ ടോക്കൺ നൽകി വളരെ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെയും ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല
അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉസ്താദുമാർ നമുക്കറിയാം, മാസങ്ങളായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. സദർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ 16 അധ്യാപകരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നന്നായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ ദഫ് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി, പ്രസംഗം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി, സ്കൗട്ട് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അവരൊക്കെയും തന്നെ കഠിനാധ്വാനം ചെയ്തവരാണ്. അതുപോലെ തന്നെ ആളുകളൊക്കെയും സംഭാവനയായിക്കൊണ്ട് കൊണ്ടുവരുന്നു. ആളുകൾ ചെല്ലാൻ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ കാശുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഉള്ളത്. കമ്മിറ്റിക്കാരായ ഞങ്ങൾക്കും അതേപോലെ തന്നെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു യാത്ര, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിലൂടെ യാത്ര എത്ര കാലം തുടരാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പരിപാടികളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മുടെ പള്ളിക്കാട്ടിൽ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരണപ്പെട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട വളപ്പിൽ മുഹമ്മദ് കുട്ടി ഹാജി പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ മറ്റു പല ആളുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇതുപോലെയുള്ള പരിപാടിയിലൊക്കെ സജീവമായി കൊണ്ട് പങ്കെടുക്കാൻ ഇനിയും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലദൽ ഹബീബ് 2024 ഔപചാരിക ചടങ്ങുകൾക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ ട്രഷറർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഉസ്മാൻ ഉദവി ഉസ്താദ്, പ്രിയപ്പെട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രമുഖ വാഗ്മിയും മഹല്ലത്തിൻ്റെ പ്രസിഡന്റുമായ UP മുഹമ്മദ് ഖാസിമി, നമ്മുടെ മഹല്ലത്തിൻ്റെ സ്ഥാപനത്തിൻ്റെയൊക്കെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷമീർ ബാവ, മറ്റ് മഹല്ലത്തിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കാരണവന്മാർ, രക്ഷിതാക്കൾ, ഉസ്താദുമാർ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ 1499 ജന്മദിനമാണ് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായി തന്നെ ഈ പ്രാവശ്യം സമീപ ഭാവിയിലൊന്നുമില്ലാത്ത വിധം വളരെ നല്ല ജനസാന്നിധ്യത്തോടു കൂടി വളരെ അച്ചടക്കമുള്ള ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും കാരണവന്മാരും എല്ലാവരും അണിനിരന്നുകൊണ്ട് വളരെ വിപുലമായി നല്ല ഭക്ഷണദാനവും അതുപോലെ തന്നെ ഘോഷയാത്രയും ഒക്കെ വളരെ നന്നായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഇന്ന് കാലാവസ്ഥയും ഇൻഷാ അല്ലാഹ് അനുകൂലമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് സാധിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് മുത്തുനബിയുടെ 1500 ജന്മദിനമാണ്. അത് വളരെ വിപുലമായി ആഘോഷിക്കുവാൻ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വർഷവും നടക്കാറുള്ള ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടുള്ള ഉംറയുടെ നറുക്കെടുപ്പാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ വർഷം 2 ഉസ്താദുമാർക്കാണ് നറുക്ക് കിട്ടുന്നത്. 5 പേരിൽ ആ ഭാഗ്യം കിട്ടുന്ന 2 ഉസ്താദുമാർ ആരൊക്കെയാണ് എന്നാണ് നറുക്കെടുപ്പിന് വേണ്ടി അഭിവന്ദ്യനായിട്ടുള്ള ഹൈദ്രോസ് ഫൈസി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. രണ്ടാമത്തെ നറുക്കെടുപ്പിനായി രായിൻ ഹാജിയെ സാദരം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമ്മുടെ മദ്രസയിൽ നിന്നുകൊണ്ട് ഉംറയ്ക്ക് ഫ്രീ ആയിക്കൊണ്ട് ഉംറയ്ക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഒന്ന് റാഷിദ് ഹുദവിയാണ്. 2-3 വർഷമായിട്ട് നമ്മുടെ മദ്രസയിൽ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത് മെഹബൂബ് ഹുദവിയാണ്. അദ്ദേഹത്തിനും 2 വർഷമായി. 1 വർഷം കഴിഞ്ഞ് അടുത്ത വർഷം നമ്മുടെ മദ്രസയിൽ ജോലി ചെയ്യും എന്നുള്ള ആളുകൾക്ക് മാത്രമേ ഈ നറുക്കെടുപ്പിൽ അവസരം ഉണ്ടാകാറുള്ളൂ. അതേപോലെ തന്നെ ഫർളായിട്ടുള്ള ഉംറ വീട്ടാത്തവരും ആയിരിക്കണം. അങ്ങനത്തെ ആളുകൾക്കാണ് ഈ അവസരം നമ്മൾ കൊടുക്കുന്നത്. അൽഹംദുലില്ലാ, ഈ വർഷം ഇപ്പോൾ 2 പേര് നമ്മുടെ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നുമായിട്ട് 2 പേര് ഉംറ കഴിഞ്ഞ് അൽഹംദുലില്ലാ വന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഹജ്ജിൻ്റെ ശേഷം അഥവാ മദ്രസ തുറന്നതിന് ശേഷം അടുത്ത അധ്യാപന വർഷം ഇൻഷാ അല്ലാഹ് 2 പേർക്കും കൂടി പോകാനുള്ള അവസരമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വേദിയിൽ ഏതാനും ചില ഉപഹാരങ്ങൾ നൽകുന്നു. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നിന്ന് റേഞ്ച് തലത്തിൽ 1ാം സ്ഥാനം നേടി ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 5ാം ക്ലാസ്സിലെ ഫാത്തിമ നഷ്വാപ്പി വിദ്യാർത്ഥിനി വേദിയിലെത്തേണ്ടതാണ്. ഫാത്തിമ നഷ്വാപ്പി ചെറൂർ റേഞ്ച് നൽകുന്ന ഉപഹാരം വേദിയിൽ വിതരണം ചെയ്യുന്നു. വിദ്യാർത്ഥി വേദിയിലെത്തേണ്ടതാണ്. അതുപോലെ ടോപ്പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ വേദിയുടെ പരിസരത്ത് എത്തിച്ചേരേണ്ടതാണ്. ടോപ്പ്ലസ് നേടിയ 3 വിദ്യാർത്ഥികളും വേദിയുടെ പരിസരത്ത് എത്തിച്ചേരേണ്ടത്. നഷ്വാപ്പി നൽകുന്നതിന് വേണ്ടി രായനാജിയെ സാദരം ക്ഷണിക്കും. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി നഷ്വയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി UP രാഹിനാജിനെ സാദരം ക്ഷണിക്കും. ടോപ്പ്ലസ് നേടിയ നഷ്വ ചെറു റേഞ്ച് നൽകുന്ന ക്യാഷ് അവാർഡ് കാസിം ഉസ്താദിനെ സാദരം ക്ഷണിക്കും. ഫാത്തിമ നഷ്വക്ക് റേഞ്ച് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയതിന് സമസ്ത നൽകുന്ന മർഹൂം MKA കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, മർഹൂം PKP അബ്ദുസലാം മുസ്ലിയാർ, മർഹൂം CKM സ്വാദിഖ് മുസ്ലിയാർ സ്മരണ അവാർഡ് റേഞ്ചിൽ ടോപ്പർ നൽകുന്നതിന് വേണ്ടി സെക്രട്ടറി ഷമീർ ബാവയെ സാധനം ക്ഷണിക്കും. നഷ്വ ടോപ്പ്ലസ് നേടിയ സന ഫാത്തിമ വേദിയിലെത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷം ടോപ്പ്ലസ് നേടിയ സന ഫാത്തിമ വേദിയിലെത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷം +2-ലുണ്ടായിരുന്ന മുർഷിദ വേദിക്ക് പരിസരത്തെത്തേണ്ടതാണ്. സന ഫാത്തിമ ടോപ്പ്ലസ് നേടിയ സന ഫാത്തിമക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി സിദ്ദീഖ ക്യാഷ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി പുള്ളാട്ട് മുഹമ്മദ് കുട്ടിയാജിയെ ക്ഷണിക്കുന്നു. ടോപ്പ്ലസ് നേടിയ അഹമ്മദ് നാഷിൽ പി ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി PM മിദ്വാജിയെ ക്ഷണിക്കും. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഹൈദറോസ് വൈസി ഉസ്താദിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം ടോപ്പ്ലസ് നേടിക്കൊടുത്ത 2 കുട്ടികൾക്ക് ടോപ്പ്ലസ് നേടിക്കൊടുത്ത ഉദയ് ഫൈസി ഉസ്താദിനുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി മൂസക്കുട്ടി ആജിയെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ഉദയ് ഫൈസിയെയും ക്ഷണിക്കുന്നു. ടോപ്പ്ലസ് നേടിക്കൊടുത്ത UM മഷൂദ് ഉസ്താദ് നൽകുന്നതിന് വേണ്ടി നൗഷാദ് അമ്പലവൻ
സന ഫാത്തിമക്ക് ടോപ്ലസ് നേടിക്കൊടുക്കാൻ പ്രചോദനം നൽകിയ ഉസ്താദ് മഷൂദ് ഉസ്താദിന്റെ രക്ഷിതാവിന്റെ വക കൂടി ഒരു കേശവാണ്. അഞ്ചാം ക്ലാസ് ടോപ്ലസ് നേടിക്കൊടുത്ത റേഞ്ചിൽ ഫസ്റ്റ് നേടിക്കൊടുത്ത ഉസ്താദിന് റേഞ്ച് നൽകുന്ന കേശവാണ് ഉദൈഫ് ഉസ്താദ് നൽകുന്നതിന് വേണ്ടി കോയാജിയെ ക്ഷണിക്കുന്നു. മുർഷിദ സി കഴിഞ്ഞ വർഷം റേഞ്ചിൽ സെക്കൻഡ് നേടിയ മുർഷിദക്കുള്ള നൽകുന്നതിന് വേണ്ടി അയ്യൂബാക്കി കഴിഞ്ഞ വർഷം റേഞ്ച് തലത്തിൽ +2 സെക്കൻഡ് നേടിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ച OP സ്വാദിഖ് അലി മുസ്ലിയാർക്ക് റേഞ്ച് നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി സയ്യിദ് അലി വാജിയെ ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ക്ഷണിക്കുന്നത്. 1ാം ക്ലാസ്സിലെ നിഹാൽ മുഹമ്മദ് അത് കഴിഞ്ഞാൽ മുഹമ്മദ് വാസി, ഔപചാരിക ചടങ്ങുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അയ്യൂബ് സാഹിബിനെ സാധാരണ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മൗലിദ് ഷരീഫ് ഈ സെക്ഷൻ നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സെക്ഷൻ ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അടുത്ത വിദ്യാർത്ഥികളുടെ പരിപാടി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം നിഹാൽ മുഹമ്മദ് ഫർസീൻ, മുഹമ്മദ് ഫൈസാൻ സംഘഗാനം. അത് കഴിഞ്ഞാൽ മുഹമ്മദ് വാസിഹ്, മുഹമ്മദ് ഷബി. ഇത് കഴിഞ്ഞാൽ മുഹമ്മദ് ഹിഷാം, മുഹമ്മദ് സയാൻ, മുഹമ്മദ് ഷമാസ്. വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക. റംസാൻ മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്.
മുസ്തഫ നബിക്കിന്റെ മലദള്ള കനിഞ്ഞ് നിസ്തുല്യ പരിമതി പരിമളം ചൊരിഞ്ഞ് ഇഷ്കിന്റെ ബഹുരത മദീനയിൽ പറന്ന് മദീനയിൽ പറന്ന് അന്ധതമാറ്റികളൂറല്ലേ അംബികരാജ സിറാജല്ലേ അന്ധതമാറ്റികളൂറല്ലേ അംബികരാജ സിറാജല്ലേ ആലങ്ങൾ വാഴ്ത്തുന്നൂറ് പോരിശകന്നും ചെയ്യല്ലേ ആലങ്ങൾ വാഴ്ത്തുന്നൂറ് പോരിശകന്നും ചെയ്യല്ലേ മിസ്കിന്റെ സുഗന്ധത്തിൽ മദീനയിലണഞ്ഞ് മുസ്തഫ നബിക്കിന്റെ മനദള്ള കനിഞ്ഞ് നിസ്തുല്യ പനിമതി പരിമളം ചൊരിഞ്ഞ് ഇഷ്കിന്റെ ബഹുറാന മദീനയിൽ പറന്ന് മദീനയിൽ പറന്ന് ഇബ്രാഹിം നബിയിൽ അജബായൊരു മിഹ്റാജിൽ റൂഹിൽ ചേർന്നവരില്ലേ ഇരുളുള്ളൊരു രാവിൽ ജിബ്രീലും വന്ദനവായില്ലേ അജബായൊരു മിഹ്റാജിൽ റൂഹിൽ ചേർന്നവരിൽ അത് അബിയല് തകുന്നതിലൊന്ന് കണ്ടിരുന്നു കനിഞ്ഞ് നിസ്തുല്യ പനിമതി പരിമളം ചൊരിഞ്ഞ് ഇഷ്കിന്റെ ബഹുറാല മദീനയിൽ പറന്ന് മദീനയിൽ പറന്ന് ജന്നാത്തിൽ പാപിൽ ചേർത്തന്റെ തിരുനൂ ആ നൂറിനാദം തേടും ആ നൂറിനാദം സമയയുമങ്ങില്ലതിൽ മയങ്ങും ജഗാനാഥനല്ലാവിൽ നൂർ വിളങ്ങും സമയയുമങ്ങില്ലതിൽ മയങ്ങും ജഗാനാഥനല്ലാവിൽ നൂർ വിളങ്ങും അതിശയലോക സായിസ് കുല്ലും ചൊന്നരാജനബി സല്ലല്ലാഹ് അഭിയലുകന്നതിലൊന്ന് കലർന്നൊരു വജക കനവിലായി കാട്ടല്ല മിസ്കിന്റെ മലദള്ള കനിഞ്ഞ് മുസ്തഫ നബി അന്ധതമാറ്റികളൂറല്ലേ അംബികരാജ സിറാജല്ലേ അന്ധതമാറ്റികളൂറല്ലേ അംബികരാജ സിറാജല്ലേ ആലങ്ങൾ വാഴ്ത്തുന്നൂറ് പോരിശകെന്നും ചെയ്യലല്ലേ ആലങ്ങൾ വാഴ്ത്തുന്നൂറ് പോരിശകെന്നും ചെയ്യലല്ലേ മിസ്കിന്റെ സുഗന്ധത്തിൽ മദീനയിലണഞ്ഞ് മുസ്തഫ നബിക്കുമ്പോൾ വലതള്ള കനിഞ്ഞ് നിസ്തുല്യ പനിമതി പരിമളം ചൊരിഞ്ഞ് ഇഷ്കിന്റെ ബഹുറല മദീനയിൽ പറന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1B ക്ലാസ്സിലെ മാസിൻ മാസിൻ കഴിഞ്ഞാൽ മുഹമ്മദ് ഫഹീം. 1B ക്ലാസ്സിലെ മാസിൻ ഫഹീം. ഫഹീം കഴിഞ്ഞ ഹാദിൻ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. മദീന മദീന എന്റെ മദീന മെഹബൂബ് നബി ഇറങ്ങും എന്റെ മദീന. മദീന
മദീന എൻ്റെ മദീന മഅ്ശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന പുഞ്ചിരിച്ചിലങ്കും മദീന പച്ചയിൽ പുതച്ചറയുള്ള മദീന കാണുവാൻ കൊതിയും എൻ്റെ മദീന കാമിലർ നബി ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മഅ്ശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഫഹീം, അത് കഴിഞ്ഞാൽ ഹാദിൻ മുഹമ്മദ്, അത് കഴിഞ്ഞ സഹൽ. അസ്സലാമു അലൈക്കും. പുഞ്ഞാര നബിയോടമിന ഞാള് പുഞ്ഞുങ്ങൾ ഞങ്ങൾക്കിന്താശം റോഷനാള് മക്കയിൽ പിറന്നുള്ള പുഞ്ഞാര സൂര്യ മദീൻ നിറന്നുള്ള തിങ്കൾ ഹബീബ്. അസ്സലാമു അലൈക്കും റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹാദിൻ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. മദീന മദീന എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മഅ്ശൂഖ് നബി ഉറങ്ങും മദീന പുഞ്ചിരിച്ചുലങ്കും മദീന പച്ചയിൽ പുതിച്ചൊരല്ല മദീന പുഞ്ചിരിച്ച് ലങ്കും മദീന പച്ചയിൽ പുതിച്ചൊരല്ല മദീന 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 എൻ്റെ മദീന കാണുവാൻ കൊതി കൂടും എൻ്റെ മദീന കാമില നബി ഉറങ്ങും എൻ്റെ മദീന കാണുവാൻ കൊതി കൂടും എൻ്റെ മദീന കാമില നബി ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മദീന മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മഅ്ശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന. അസ്സലാമു അലൈക്കും. സഹൽ കഴിഞ്ഞ അമീൻ ബിൻ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. അറിയാമോ നിങ്ങൾക്കറിയാമോ മുത്ത് നബിയുടെ പേരെന്ത്? അറിയാലോ ഞങ്ങൾക്കറിയാലോ മുത്തുമ്മ അറിയാമോ നിങ്ങൾക്കറിയാമോ ഇവിടെ പാലാണ്? അറിയാലോ ഞങ്ങൾക്കറിയാലോ നബിയുടെ ഉപ്പ അറിയാമോ നിങ്ങൾക്കറിയാമോ നബിയുടെ ഉമ്മ ആരാണ്? അറിയാലോ ഞങ്ങൾക്കറിയാലോ നബിയുടെ ഉമ്മ ആമിനബി. അസ്സലാമു അലൈക്കും. അമീൻ ബിൻ മുഹമ്മദ്, അത് കഴിഞ്ഞാൽ ഹംദാൻ ഫാരിസ്. അസ്സലാമു അലൈക്കും. ആദ്യം മുള്ളിലിക്കണേ അമ്പത് മുമ്പിലത്ഭുത ആദം തൊട്ട് തുന്നി തിളങ്ങി വിളങ്ങിയൊരുങ്ങണൊരു നബി ബലത്തെ രജവേ ആദ്യം
അല്ല പഠിച്ചൊരു ആദരവായ റസൂലിനൂറ് ആരിനും ആരിനും മുള്ളിലേക്കാണ്. മുമ്പിൽ അത്ഭുത ആദം തൊട്ട് തൊങ്ങി തിളങ്ങി വിളങ്ങിയൊരുങ്ങണെന്നൊരു ആമിന ബീബിയിലെത്തെ രാജാവേ. എന്നും ജീബിരിയില വീടിന് കാവലിക്കുന്നേ, മിന്നും ചിരിയാലെ മുത്ര സൂചിച്ചെനിക്കുന്നേ. പൊന്നാരിക്കാനായി സ്വർഗം മാടി വിളിക്കുന്നേ, അന്നാ മുഖം കണ്ട് താരണ്ട് വിളിക്കുന്നേ. മുത്തല്ലേ സുത്തല്ലേ സൃഷ്ടിചരാചരമാകറസോലും മുത്തയല്ലേ. മുത്ത് വിളിക്കില്ലേ നാളെ മുത്ത് വിളിക്കില്ലേ, മുത്തും പവറും ചുറും ചിരിതിൽ ചേർത്ത ചന്ദ്രമിക്കേകില്ലേ. ആദ്യം അല്ല പഠിച്ചൊരു ആദരവായ റസൂലിനൂറ് ആരും അല്ല മുള്ളിലേക്കാണ്. മുമ്പിൽ അത്ഭുത ആദം തൊട്ട് തുന്നി തിളങ്ങി വിളങ്ങിയൊരുങ്ങണെന്നൊരു ആമിന ബീബിയിലെത്തെ രാജാവേ. ആദ്യം അല്ല പഠിച്ചൊരു ആദരവായ റസൂലിനൂറ് ആരും അല്ല മുള്ളിലേക്കാണ്. മുമ്പിൽ അത്ഭുത ആദം തൊട്ട് തുന്നി തിളങ്ങി വിളങ്ങിയൊരുങ്ങണെന്നൊരു ആമിന ബീബിയിലെത്തെ രാജാവേ. എന്നും ജീബിരിയില വീടിന് കാവലിക്കുന്നേ, മിന്നും ചിരിയാലെ മുത്രസൂല് ജനിക്കുന്നേ. പൊന്നാരിക്കാനായി സ്വർഗം മാടി വിളിക്കുന്നേ. അസ്സലാമു അലൈക്കും. ഹംദാൻ ഫാരിസ്, അത് കഴിഞ്ഞാൽ ഷസാൻ, നിശാൽ, ഹാദി. അസ്സലാമു അലൈക്കും. തിങ്കൾ തോഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാരൊളിവായി പൗർണമിയായി ബദറ തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ വമൗലിദുൻ നബി ജാജ. യാ റസൂലേ യാ ഷഫീഹേ യാ മുസമ്മിലേ. തൊയ്ബ തൊയ്ബ യാ തൊയ്ബ. തിങ്കൾ തോഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാരൊളിവായി പൗർണമിയ ബദറായി തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ വമൗലിദുൻ നബി ജാജ. യാ റസൂലേ യാ ഷഫീഹേ യാ മുസമ്മിലേ. ഹൈറിൻ വചന മന്ത്രമേറെ അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുത്തലം നബിയോ. ഹൈറിൻ വചന മന്ത്രമേറെ അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുത്തലം നബിയോ. ഹാഷിം വംശ ഖുറൈശ് പുകഴ്ത്ത നൂറ് ഹാത്തിമുൻ നബി. ഹാത്തിം വംശ ഖുറൈശി മലര് ആലവത്തം പുകഴ്ത്ത നൂറ് ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരെ. തിങ്കൾ താഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാരൊളിവായി പൗർണമിയ ബദറായി തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ വമൗലിദുൻ നബി ജാജ. യാ റസൂലേ യാ ഷഫീഹേ യാ മുസമ്മിലേ. അസ്സലാമു അലൈക്കും. നമ്മുടെ മദ്രസയിൽ നിന്ന് ടോപ്പ് പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും വേദിക്ക് സമീപത്തായി എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ മദ്രസയിൽ നിന്ന് ടോപ്പ് പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും വേദിക്ക് സമീപത്തായി എത്തിച്ചേരേണ്ടതാണ്. അടുത്തതായി ഷസാൻ. ഷസാൻ, നിശാൽ, നിശാൽ,
ഹാദി, ഒന്ന് ബി ക്ലാസ്സിലെ ഹാദി. ഹരിതശക്തിയുടെ ഭാരവാഹികളെ വേദിക്ക് സമീപത്തേക്ക് ക്ഷണിക്കുന്നു. 2A ക്ലാസ്സിലെ ഷഹാൻ. 2A ക്ലാസ്സിലെ ഷഹാൻ. അസ്സലാമലൈക്കും. പണ്ട് പണ്ടൊരു കാലത്തെ നബിയുടെ ജീവിതകാലത്തെ ഉള്ളൊരു കഥ ഞാൻ പറയട്ടെ. കുട്ടികളെല്ലാം കേട്ടോട്ടെ. നബിയെ കൊല്ലാൻ ശത്രുക്കൾ നബിയുടെ വീട് വളഞ്ഞല്ലോ. നബിയെ കാര്യം അറിഞ്ഞപ്പോൾ വേഗം പുറത്തു വന്നല്ലോ. ഒത്തിരി മണലത വാഴുന്നു, വിസ്മയം എറിയുന്നു. അവരുടെ കണ്ണിൽ മണൽ നിറഞ്ഞ് വാളുകളിട്ടവ ഓടുന്നു. പണ്ട് പണ്ടൊരു കാലത്തെ നബിയുടെ ജീവിതകാലത്തെ ഉള്ളൊരു കഥ ഞാൻ പറയട്ടെ. കുട്ടികളെല്ലാം കേട്ടോട്ടെ. അസ്സലാമലൈക്കും. പൊതുപരീക്ഷയിൽ ടോപ്പ്ലെസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അച്ഛനമ്പലം ഹരിതശക്തി കൂട്ടായ്മ നൽകുന്ന മൊമന്റോയുടെ വിതരണമാണ് വേദിയിൽ. നൽകുന്നതിന് വേണ്ടി ഹരിതശക്തിയുടെ ജനറൽ സെക്രട്ടറി UP അബ്ദു, EK മാനു, പുള്ളാട്ട് ബാപ്പു, കൊമ്പത്തിൽ നാസർ, C സിദ്ദീഖ് എന്നിവരെ വേദിയിൽ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. ഒരു സ്വർണ്ണാഭരണം വീണ് കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ മൈക്ക് പോയിന്റിൽ ബന്ധപ്പെടേണ്ടതാണ്. ആദ്യമായിട്ട് സന ഫാത്തിമ. സന ഫാത്തിമ. അല്ലാഹു അക്ബർ. ഫാത്തിമ നശ്വ. അഹമ്മദ് നാഷിൽ. അഹമ്മദ് നാഷിൽ പി. അഹമ്മദ് നാഷിൽ പി. അഹമ്മദ് നാഷിൽ. രക്ഷിതാവുണ്ടെങ്കിൽ വാങ്ങണം. നശ്വ. നശ്വ നാഷിലിന്റെ ഡേറ്റ് വാങ്ങിക്കുക. 2A ക്ലാസ്സിലെ ഫിസാൻ. അസ്സലാമലൈക്കും. മദീന മദീന എന്റെ മദീന, മെഹബൂബ് നബി ഇറങ്ങ് എന്റെ മദീന. പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചൊരു മദീന, പച്ചയിൽ പുതച്ചലു മദീന. കാണുവാൻ കൊതിയേറുന്നെന്തു മദീന, കാമിലെന്റെ ബിയുണങ്ങും എന്തു മദീന. മദീന മദീന എന്റെ മദീന, മെഹബൂബ് നബി ഇറങ്ങും എൻ മദീന. പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു എങ്കും ദീന, പച്ചയിൽ ചുബുതച്ചലു മദീന. കാണുവാൻ കൊതി കാമിലെന്റെ ബിയുണങ്ങും എന്തു മദീന. മദീന മദീന. സലകം. റഹീം ഫാസ്, മുഹമ്മദ് റയ്യാൻ. SKSSF മക്ക കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസിന് വേണ്ടി SKSSF SKSBV അച്ഛനമ്പലം യൂണിറ്റ് സംഘടിപ്പിച്ച റീൽ മേക്കിംഗ് കോൺടെസ്റ്റിന്റെ മത്സരഫലം ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. അസ്സലാമുഅലൈക്കും. ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്തേ റസൂലിനെ കാണാൻ പൂതി. കൊഞ്ഞിളം കല്ലാണ് മാമേറി, മുത്തി മണത്തിടാൻ കൊതിയും കൂടി.
സാജിൽ, അത് കഴിഞ്ഞാൽ അഷ്മിൽ. അസ്സലാമു അലൈക്കും. പിരിശേറുന്നൊരു നബിയാണ്, പത്തലെ മച്ചൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്, സ്വർഗത്തിലെ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണിക കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, പത്തല മച്ചൊളി ചേരാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്, സ്വർണ്ണ കിരീടമാ മിന്നാറസൂലുള്ള സുബ്ഹാന്റെ സുബനത്തിൽ താജൽ ഹബീബുള്ള, സ്വർണ്ണ കിരീടമാ മിന്നാറസൂലുള്ള സുബ്ഹാന്റെ സുബനത്തിൽ താജൽ ഹബീബുള്ള, വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുബനം ചവായുന്നു, മധുവും ഉയരുന്നു, വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുബലം ചാവായുന്നു, മധുവും ഉയരുന്നു. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, പത്തര മച്ചൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്, സ്വർഗത്തിൽ കിളികൾ വാട്ടും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന പൊന്നാര പൂവല്ലേ, സ്വർഗത്തിൽ കിളികൾ വാട്ടും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന പൊന്നാര പൂവല്ലേ, സ്വർഗത്തിൽ കല്യാണം ചേലത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പൊന്നാരം, സ്വർഗത്തിൽ കല്യാണം ചേലത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പൊന്നാരം. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, പത്തല മച്ചൊളി ചേലാണ്, സുന്ദരമദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്. അസ്സലാമു അലൈക്കും. അഷ്മിൽ, വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ചായ കോഫി സ്പോൺസർ ചെയ്യുന്നത് കോണിപ്പടി താഴെച്ചനമ്പലം. അസ്സലാമു അലൈക്കും. അലിവായ് നബിയേ കനിവായ് നബിയേ, കൽബിൻ്റെ ഉള്ളിൽ കുളിരായ് നബിയേ, പണ്ടേ തൊട്ടേ കേൾക്കും നബിയേ, അങ്ങേ കാണാൻ ഉണ്ട് പൂതി, കണ്ടോരെല്ലാം വിജയം നേടി, കാണാനായി ഞാനെന്നും തേടി, വീശും പൂങ്കാറ്റിൽ ഒഴുകും പൂഗന്ധം താനബി, അലിവായ് നബിയേ കനിവായ് നബിയേ, കൽബിൻ്റെ ഉള്ളിൽ കുളിരായ് നബിയേ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഒരു പ്രസംഗം അയാൻ, അത് കഴിഞ്ഞാൽ ആസിം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബീൻ്റെ ജന്മദിനത്തിൽ 2 വാക്ക് സംസാരിക്കാൻ ലഭിച്ച അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികളെ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ആ സ്വഹാബിക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് നബിക്ക് ഒരു ഉമ്മ വെച്ചു. അപ്പോൾ സ്വഹാബി അത്ഭുതത്തിൽ ചോദിച്ചു, നബി നിങ്ങളുടെ മകന് ഉമ്മ വെച്ചോ? ഞാൻ ഇതുവരെ അവന് ഉമ്മ വെച്ചിട്ടില്ല. അപ്പോൾ നബി പറഞ്ഞു, നബിക്ക് നബിന്റെ മുഖം ചോർന്നു. നബിക്ക് ദേഷ്യം വന്നു. അപ്പോൾ നബി പറഞ്ഞു, കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരോടൊപ്പം കളിക്കണം, തലോടിയും വേണം. ഇന്ന് തിരക്കിയ ജീവിതത്തിൽ ആർക്കും കുട്ടികളോടൊപ്പം കളിക്കാൻ സമയമില്ല. ഞാനൊന്ന് പറയട്ടെ, കുറച്ചെങ്കിലും സമയം കുട്ടികളോടൊപ്പം കളിക്കാൻ കണ്ടെത്തൂ. അത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത്രയും പറയുന്ന കൊച്ചു പ്രസംഗം. അസ്സലാമു അസീം റംസാൻ മൈക്ക് ബാൻഡിൽ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. മധുകൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മുഹമ്മദ് സല്ലല്ലാഹ്. മധുകൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മുഹമ്മദ് സല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖിലത്തിൻ സബബാണ്, അഹദിന്റെ ഒഴിവാണ്, അഹമ്മദ് നബിയാണ്, അഷ്റഫ് ബഷറാണ്, അഹദിന്റെ ഒളിവാണ്, അഹമ്മദ് നബിയാണ്, അഷ്റഫ് ബഷറാണ്. മധുക്കൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മുഹമ്മദ് സല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിൻ്റെ പുരമാണ്, അഴകൊത്ത മലരാണ്, അറിവിൻ്റെ പുരമാണ്, അഴകൊത്ത മലരാണ്. മധുകൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മുഹമ്മദ് സല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിനെ പിളർത്തിയവർ, ബഹുലത നിറഞ്ഞവർ, ബന്ധങ്ങൾ ചേർത്തവർ, ബന്ധനമാറ്റിയവർ. ബദറിനെ പിളർത്തിയവർ, ബഹുലത നിറഞ്ഞവർ. അസ്സലാമു അലൈക്കും.